മാസ്റ്റർപീസ് എന്ന് പറഞ്ഞ Disney+hotstarൽ ഒരു പുതിയ സീരീസ് കുറച്ച് നാൾ മുൻപേ ഇറങ്ങിയായിരുന്നു. ഷർഫുദ്ദീൻ, നിത്യ, മേനനൊക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഫാമിലി ഡൈനാമിക്സിനെ കുറിച്ച് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ എൻ്റർടൈനിങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അതിനെ ഒന്ന് നമുക്ക് ഇടങ്ങി പരിശോധിച്ച് നോക്കിയാലോ. നിത്യ മേനനും ബിനോയും ഒരു മോഡേൺ ഏജ് കപ്പിളാണ്. ഡേറ്റിംഗ് ആപ്പിലൂടെ കണ്ടുമുട്ടി, അങ്ങനെ പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചിരിക്കുന്ന രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അറിഞ്ഞ് പേരൻസ്, രണ്ടു കൂട്ടരുടെ പേരൻസ് ഒരുമിച്ച് വരുന്നതായിട്ടാണ് അതിൻ്റെ ഒരു തീം. അപ്പോൾ ഈ പേരൻസിനെ ഒരു നമുക്കൊന്ന് നോക്കാം, അവരുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു ഡൈനാമിക്സിനെ കുറിച്ച് പറയാം. സോ റിയ എന്നാണ് നിത്യമേനൻ്റെ ക്യാരക്ടറിൻ്റെ. റിയയുടെ പേരൻസ് ആണ് കുര്യച്ചനും ലിസമ്മയും. അപ്പോൾ കുരീശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വ പാഠത്തെക്കുറിച്ചൊക്കെ പറയുന്ന എക്സ്ട്രീംലി റിലീജിയസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മുകളിലായിരിക്കണം എപ്പോഴും, ഭാര്യ ഭർത്താവിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നെല്ലാം വിചാരിക്കുന്ന ഒരു മെയിലാണ്. ലിസമ്മ ആവട്ടെ മകള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, മോഡേണായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന, ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അദ്ദേഹമാണെങ്കിൽ പാട്ട് പാടാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട്, കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കല്യാണം കാരണം, പേരൻസിൻ്റെ ഒരു നിർബന്ധവും കാരണങ്ങളും കാരണം ഡ്രീംസ് എല്ലാം ഉപേക്ഷിച്ച് കല്യാണത്തിലേക്ക് പോയ ഒരു വീട്ടമ്മയായിട്ടാണ്. ബിനോയുടെ പേരൻസ് ആണെങ്കിൽ ഒന്നാമത്തെ അച്ഛൻ ചാണ്ടിച്ചൻ, അപ്പോൾ രഞ്ജി പണിക്കറാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ആർമി ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ചാണ്ടിച്ചനാണെങ്കിൽ കുറച്ചു തണുത്ത മടിലാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ആള് ഈ വലിയൊരു വഴക്കിൻ്റെ ഇടയ്ക്കൊക്കെ കൂടെ പാട്ടൊക്കെ കേട്ടിരിക്കുന്ന, എൻജോയ് ഒക്കെ ചെയ്യുന്ന ഒരു ചിൽ മനുഷ്യനാണ്. അതേസമയം ബിനോയുടെ അമ്മയായിട്ട്, ബിനോയാണ് ഷറഫുദ്ദീൻ്റെ അമ്മയായിട്ട് കാണിക്കുന്ന ആനിയമ്മ മാലാപർവതിയാണ്. ആനിയമ്മ കാണിച്ചിരിക്കുന്ന ഒരു വളരെ ലൗഡായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര നമുക്ക് ഓവർ ആക്ടിങ് ആയിട്ട് തോന്നും, ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര സീനൊക്കെ ആക്കി അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഒരാൾ ഭയങ്കര പ്രോബ്ലം, ഈ ആൾ കുഴപ്പമില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അശോകനാണ് കുര്യച്ചനായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ വൈഫ് പറയുമ്പോഴും മോള് പറയുമ്പോഴും വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതായത് നിത്യ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കഥക്ക് പഠിക്കാൻ പോവാണെന്ന്. അപ്പോൾ ചോദിക്കും, അതിന് നിനക്ക് തടിയുണ്ടോ, നിനക്ക് തടിയുണ്ടെന്ന് ബിനോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ബിനോയ്ക്ക് ഓക്കെ ആണോ നീ ഇത് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അതെന്താ അവനാണോ ഇവളുടെ തടിക്ക് പ്രശ്നം, അവനാണോ പറയുന്നത് ചോദിക്കുമ്പോൾ, അല്ലേ അവനല്ലേ ഇതിൽ അവകാശം എന്ന് ചോദിക്കുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ്, വളരെ നിഷ്കളങ്കമായിട്ടൊരു ചോദ്യമാണ്. കാര്യം അതാണ് അദ്ദേഹം ബിലീവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതാണ് നോർമൽ, അതിൽ വേറെ ചിന്തിക്കാനുള്ളത് ആരും ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെയാണ് മാലാപർവതിയും ചോദിക്കുന്നത്, ഐ മീൻ ആനിയമ്മയും ചോദിക്കുന്നത്, അതെന്താ ഇവന് പ്രശ്നമില്ല, പിന്നെ അവൾക്ക് എന്താ പ്രശ്നം, തടിയില്ല, അവളുടെ ബോഡി ഇവനല്ലേ പറയേണ്ടത്, ഇവനല്ലേ കാണേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം ബ്രാസ്റ്റാപ്പ് പുറത്ത് കാണുന്ന ഒക്കെ പ്രശ്നമാണ്, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പോൾ പുള്ളിക്കാരി വിചാരിക്കുന്നത് മൊത്തം ഇത് ഒരു പ്രോബ്ലമാണ്, അല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേണ്ടിയുള്ള ഒരു ഫാക്ടറാണ് എന്ന രീതിയിലാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതേസമയം നമ്മുടെ ചാണ്ടിച്ചനും ലിസമ്മയാണെങ്കിൽ കുറച്ചുകൂടെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലൊരു റിസപ്റ്റീവ് ആയിട്ടുള്ള, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. ലിസമ്മയോട് നമുക്ക് കുറച്ചൊരു എമ്പത്തി തോന്നും, ചാണ്ടിച്ചനോട് നമുക്കൊരു സ്നേഹം അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുര്യച്ചനോടാണെങ്കിലും ആനിയമ്മയോടാണെങ്കിലും അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് തോന്നത്തില്ല, അല്ലെങ്കിൽ അവരെന്ത് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കുര്യച്ചൻ പറയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് പാട്ട് പാടാൻ ഉള്ള എസ്റ്റാലജി അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് എന്നെയും എൻ്റെ പിള്ളേരെ നോക്കാൻ പറ്റിയ ലിസമ്മയാണ് എന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ അതാണ്, അത് അല്ലായിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു വേറെ ഐഡിയാസ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവരെ ആരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊന്നും തിരുത്താനും പറ്റത്തില്ല. അവിടെ അദ്ദേഹത്തിന് കുറേ ടെമ്പർ മാനേജ്മെൻറ്റ് ഇഷ്യൂസും കാണിക്കുന്നുണ്ട്. അതേസമയം ആനിയമ്മയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇറിറ്റേഷനൊക്കെ തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം ഓംലെറ്റ് ട്രാജഡി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങിയതാണ് എന്ന രീതിയിലാണ് ആ ക്ലൈമാക്സിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ആ പോസ്റ്റ്മാൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തൊലഞ്ഞു, ഞാനിവിടെ ബിനോയ് വയറ്റിലായിപ്പോയി, ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ലായിരുന്നു, ഇതിപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കി, വയ്യാത്ത ഹസ്ബൻഡിൻ്റെ പെങ്ങളെയും നോക്കി, എൻ്റെ ലൈഫ് ഇവിടെ തൊലച്ചു എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. ജോലിക്ക് കിട്ടിയ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടായിരുന്നു, അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഡ്രീംസ് ഒക്കെ അവിടെ നിന്ന് പോയി. ഇതൊരു പഴയ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതൊരു പോസ്റ്റ്മാൻ്റെ കൂടെ ആയിരുന്നു. ചിലപ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആളായിരുന്നിരിക്കണം പോസ്റ്റ്മാൻ എന്ന് പറയുമ്പോൾ, എഴുതിയ ലെറ്റേഴ്സ് അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലവ് ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നിരിക്കണം ആനിയമ്മ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ
കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് ഒരു ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നല്ലോ കണ്ടത് ഓംലെറ്റ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഹസ്ബൻഡ് കൂടെ ഇല്ല, പട്ടാളത്തിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ കൂടുതലായിട്ട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ടാവും. കൊച്ചിനെ വളർത്തണം, ഹസ്ബൻഡിന്റെ പെങ്ങൾക്ക് വയ്യ, അദ്ദേഹത്തെ നോക്കണം, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഡെവലപ്പ് ചെയ്യും. ആൻഡ് നമ്മുടെ ചാണ്ടിച്ചൻ പറയുന്നുണ്ട്, കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒരു സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ മിണ്ടാൻ തോന്നില്ല. അത് തന്നെയായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ആനിയമ്മയ്ക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ഇവരുടെ ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്, ചാണ്ടിച്ചൻ്റെ ലവ് ലാംഗ്വേജ് ഡിഫറെൻറ്റ്. ചാണ്ടിച്ചൻ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും എക്സ്പെക്ട് ചെയ്തത്, മറ്റേയാൾക്ക് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന് ഇവരെ കേൾക്കാൻ വേണ്ടി ഇവർ ലൗഡറായി ഇവർ വളരെ ലൗഡായി പോയി. പക്ഷെ ആ ലൗഡ്നെസ് എടുക്കാൻ ഒട്ടും പറ്റാത്ത രീതിയിൽ ചാണ്ടിച്ചൻ അകന്നകന്ന് പോയി. അതുകൊണ്ടാണ് അവസാനം പറയുന്നത് ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ്, ആ ഒരു സൂയിസൈഡൽ ത്രെറ്റ്സ് ഒക്കെ ചിലപ്പോൾ കാണിക്കാൻ നോക്കുന്നത് അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഈ ചാണ്ടിച്ചനാണെങ്കിലും ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ ഇത് ഇഗ്നോർ ചെയ്ത് അദ്ദേഹത്തിന് ഒട്ടും ഫീലിങ്സ് ഇല്ലാത്ത തരത്തിലോട്ട് ആയിപ്പോയതുമായിരിക്കാം. പക്ഷെ നമ്മുടെ കുര്യച്ചനാണെങ്കിൽ ഒരു പ്രൊവൈഡറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഹസ്ബൻഡിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ അദ്ദേഹം എല്ലാത്തിലും നേതൃത്വ പാഠം കഴിക്കും, ഇതെല്ലാം കാര്യമായിട്ട് പോയി കെയർ ചെയ്യും. ലിസമ്മയ്ക്കാണെങ്കിൽ ഡ്രീംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് പിന്നീട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാണുന്നു ചാണ്ടിച്ചനൊക്കെ. അപ്പോൾ അതേപോലെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ആരും ഇല്ലാത്തതിൻ്റെ വിഷമം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ മക്കൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും നഷ്ടപ്പെട്ടു പോയ ഡ്രീംസും പഴയ ഒരു ജീവിതം തിരിച്ചു പിടിക്കാനും ഒക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാമിലി ഇല്ലാത്തതിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പക്ഷെ ഇപ്പോൾ അത് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺനെസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിനിടയ്ക്കും പാട്ടൊക്കെ കേട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഇൻ അപ്രോച്ച് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ വേറെ ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല നമ്മുടെ ലവ് ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു വലിയ കാര്യമൊന്നും ആനിയമ്മയ്ക്കും വേണ്ടായിരുന്നു. കുര്യച്ചൻ വിചാരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പാണ് ആനിയമ്മ, അല്ലേ? ഭർത്താവ് പറയുന്നത് കേട്ട് നിൽക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നോംസ് ആയിട്ട് പണ്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അപ്പടിയെ ആക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ്. ആ ഒരു ദൈവവിശ്വാസവും അതും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം, നമുക്ക് റിലേഷൻഷിപ്സിൽ എപ്പോഴും പറയും ഓപ്പോസിറ്റ് പോൾസ് എന്നല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നും എന്നൊക്കെ പറയും, വി ആർ എക്സ്ട്രീം ഓപ്പോസിറ്റ്സ് എന്നൊക്കെ പറയും. പക്ഷേ ദർ ആർ സർട്ടൻ ഓപ്പോസിറ്റ്സ് യു കാൺട്ട് ടോളറേറ്റ് ഇൻ റിലേഷൻഷിപ്സ്. അതായത് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സിൽ ഇപ്പോൾ ഒരാൾക്ക് ഇറ്റാലിയൻ ഇഷ്ടമാണ്, മറ്റേ ഒരാൾക്ക് ഫ്രഞ്ച് ഫുഡാണ് ഇഷ്ടമെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഒരാൾക്ക് ഐഡിയോളജീസ്, ബേസിക് ഐഡിയോളജീസ് ലൈക്ക് നോൺ നെഗോഷ്യബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയോളജീസിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫെമിനിസം കൈയോടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മക്കൾ വേണ്ട എന്ന് തീരുമാനമുള്ള ഒരാൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ നോക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നന്നായിട്ട് പോകത്തില്ല. ഇപ്പോൾ ബിനോയും റിയയും തമ്മിൽ ഈ രണ്ട് ഫാമിലീസിൽ നിന്നും വന്നതുകൊണ്ട് അവർക്ക് കുറേ വ്യത്യാസം ഉള്ള കാര്യങ്ങളുണ്ട്. അവർ എല്ലാ കാര്യത്തിലും ഒരേപോലെ ആയിരിക്കില്ല, പക്ഷെ അവരുടെ ബേസിക് ഐഡിയോളജീസ് സെയിം ആണ്. റിയ കഥക്ക് പഠിക്കാൻ പോകുന്നതിന് ബിനോയ്ക്കുള്ള റീസൺ ചോദിക്കുന്നില്ല, ഏറ്റവും അവസാനമാണ് ചോദിക്കുന്നത്. എല്ലാ യുദ്ധവും കഴിഞ്ഞിട്ടാണ് റിയ ചോദിക്കുന്നത്. സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഇപ്പോൾ കുര്യച്ചനെ പോലെയോ ആനിയമ്മയോ പോലെയോ ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നും. നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മുടെ പേരൻസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ വളരെ ലൗഡായിട്ട് അടിച്ചേൽപ്പിക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാര്യം അവരത്രയ്ക്ക് നോർമലായിട്ട് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? അപ്പോൾ അത് നമ്മൾ പതിയെ പറഞ്ഞു കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി എ പ്രോസസ്. ആൻഡ് ഇത്രയും പ്രായമുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. അവർ നോർമലാണെന്ന് അത്രയും നാൾ വിചാരിച്ചിരുന്ന കാര്യം നോർമൽ അല്ല എന്ന് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്. നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ. അപ്പോൾ അത് വളരെ പതിയെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് നമ്മുടെ ഫാമിലീസിലും ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എഴുപടിയെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല. അത് പതിയെ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് പിള്ളേരെ വേണ്ടെന്ന് പറയുന്നത് കുര്യച്ചനും ആനിയമ്മയ്ക്കും അത് മനസ്സിലാകുന്നില്ല, അല്ലേ? അവർക്കുണ്ട് പിള്ളേർ. അപ്പോൾ എന്താ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രോസസ്സായിട്ട് നമ്മൾ അവതരിപ്പിക്കണം. അതൊക്കെയാണ് ഒരു ടേക്ക് അവേ മെസ്സേജ് ആ ഒരു സീരീസ് എന്നുള്ളത്. വളരെ നല്ലൊരു സീരീസാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. ഇറ്റ്സ് വെരി എൻ്റർടൈനിങ് ആസ് വെൽ. സോ ഡു വാച്ച് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കമൻറ്റ്സ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ബൈ.